ഹലോ മൈ വ്യൂവേഴ്സ്, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസി ആയിട്ടുള്ള സ്റ്റാർട്ടറാണ് ഹണി ചില്ലി പൊട്ടറ്റോ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനൊരു 2 പൊട്ടറ്റോ എടുത്ത് നന്നായി തിന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചൂട് വെള്ളത്തിലിട്ട് ഒരു 15 മിനിറ്റോളം സോക്ക് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള സ്റ്റാർച്ചൊക്കെ പോയി കിട്ടും. അപ്പോൾ 15 മിനിറ്റിന് ശേഷം സ്റ്റാർച്ച് ഇങ്ങനെ സെപ്പറേറ്റ് ആയി കാണും. അതിന് നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മൈദ, കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ എടുത്തു വച്ചിരിക്കുന്ന പൊട്ടറ്റോ നമുക്ക് അതിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി വേറൊരു ബൗൾ എടുത്ത് അതിലേക്ക് മൈദ, കോൺഫ്ലവർ, പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഓയിൽ ഇതും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഇട്ട് ഇത് നമുക്കൊരു വാട്ടർ കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഒരു തിക്ക് ബാറ്ററായിട്ട് എടുക്കണം. ഈ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ആഡ് ചെയ്യും. ഈ ബാറ്ററിൽ നന്നായി കവർ ചെയ്തെടുക്കണം, എന്നാലേ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ റെഡി ആയിരിക്കാം. ഞാൻ ഒരു പാനിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. അതിൽ ഈ പൊട്ടറ്റോസ് ഇട്ട് ഫ്രൈ ചെയ്യണം. ഇത് മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഞാനിപ്പോൾ എല്ലാ പൊട്ടറ്റോസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പിന്നെയും ഫ്രൈ ചെയ്യണം, എന്ന് വെച്ചാൽ ഡബിൾ ഫ്രൈ ചെയ്യണം. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് വരിക. അപ്പം ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ഒന്നുകൂടെ ഫ്രൈ ചെയ്യാണ്. ഇപ്പം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുകയാണ്. ഇനി വേറൊരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യാം. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ജിഞ്ചറും ഗാർലിക്കും ആഡ് ചെയ്യാണ്. പിന്നെ 1 സവാളയാണ് എടുത്തിരിക്കുന്നത്, അതും നന്നായി ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ 1 ക്യാപ്സിക്കം സ്ലൈസ് ചെയ്തത് അതും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാണ്. ഇനി ഒരു കപ്പ് എടുത്ത് അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും ആവശ്യത്തിന് വെള്ളവും ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഇതൊക്കെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും ഇട്ടതിനകത്ത് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ചൂടുവെള്ളം ഒഴിക്കുകയാണ്. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറും വെള്ളവും കൂടി മിക്സ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂണോളം കെച്ചപ്പ് ആഡ് ചെയ്യാണ്. പിന്നെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസൊക്കെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പെപ്പർ ഇടണം. അപ്പം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പെപ്പറാണ് ആഡ് ചെയ്യുന്നത്. അതിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടി ഇട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് ഹണി ഒഴിക്കുന്ന മുന്നേ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഹണി ചില്ലി പൊട്ടറ്റോ റെഡിയാണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു സ്റ്റാർട്ടറാണിത്. താങ്ക് യു ഫോർ വാച്ചിങ്.